നമസ്കാരം കൂട്ടുകാരെ, ടോട്ടൽ തിയേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂവാറ്റുപുഴ പട്ടണത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 3 നദികളുടെ സംഗമ ഭൂമിയായ മൂവാറ്റുപുഴ കേവലം ഒരു നഗരമല്ല, മറിച്ച് കേരളത്തിന്റെ തനതായ മതസൗഹാർദ്ദത്തിന്റെയും വാണിജ്യ പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ഹൈറേഞ്ചിന്റെ കവാടമെന്നും എറണാകുളം ജില്ലയുടെ കിഴക്കൻ വാണിജ്യ കേന്ദ്രമെന്നും അറിയപ്പെടുന്ന ഈ ടൗൺ ആധുനികതയിലേക്കും വിദ്യാഭ്യാസ പുരോഗതിയിലേക്കും കുതിക്കുമ്പോഴും അതിന്റെ പ്രകൃതി ഭംഗിയും ചരിത്രപരമായ വേരുകളും കാത്തുസൂക്ഷിക്കുന്നു. വെള്ളൂർകുന്നം ക്ഷേത്രത്തിലെ മണിമുഴക്കവും പഴയ ജുമാ മസ്ജിദിലെ ബാങ്ക് വിളിയും നിർമ്മല മാതാ പള്ളിയിലെ പ്രാർത്ഥനകളും ഒന്നിച്ചു ചേരുന്ന ഈ മണ്ണ് സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും മനോഹരമായ ഒരു നേർചിത്രമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ മൂവാറ്റുപുഴ പട്ടണത്തിലൂടെയുള്ള യാത്ര എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. അതിന് കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള റോഡ് പൊളിച്ചു മാറ്റിയിരുന്നു. എന്നാൽ റോഡ് പുനർനിർമ്മാണവും ഓട നിർമ്മാണവും എല്ലാം വളരെ സാവധാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ പട്ടണത്തിൽ മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കുകളും പൊടിയും എല്ലാം യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇന്ന് സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. റോഡ് നിർമ്മാണവും ഓട നിർമ്മാണവും എല്ലാം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അതോടെ വലിയ ബ്ലോക്കും പൊടിയുമൊന്നും ഇപ്പോൾ ഇവിടെയില്ല. മൂന്ന് പുഴകൾ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് മൂവാറ്റുപുഴ എന്ന പേര് ഈ പ്രദേശത്തിന് കിട്ടിയത്. കാളിയാറ്, തൊടുപുഴയാറ്, കോതയാറ് എന്നീ പുഴകളാണ് ഇവിടെ സംഗമിക്കുന്നത്. നാടുവാഴി ഭരണകാലത്ത് വടക്കൻകൂറിന്റെ ഭാഗമായിരുന്നു മൂവാറ്റുപുഴ. ഇത് പിന്നീട് തിരുവിതാംകൂറിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. മൂവാറ്റുപുഴയിലെ ഒരു ചരിത്ര നിർമ്മിതിയാണ് മൂവാറ്റുപുഴ പാലം. ഏഷ്യയിലെ ആദ്യ കോൺക്രീറ്റ് പാലമാണിത്. 1914 ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. ഇതിപ്പോഴും യാതൊരുവിധ കേടുപാടുകളും കൂടാതെ നിലനിൽക്കുന്നു. വെള്ളൂർകുന്നം മഹാദേവ ക്ഷേത്രം, പുഴക്കരക്കാവ് ദേവീക്ഷേത്രം, നിർമ്മല മാതാ ഫൊറോന പള്ളി, സലഫി ജുമാ മസ്ജിദ് എന്നിവ മൂവാറ്റുപുഴയിലെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രമായ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1953 എറണാകുളം ആർച്ച് ബിഷപ്പായ അഗസ്റ്റിൻ കണ്ടത്തിലാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. സംസ്ഥാനപാത 1 MC റോഡ് മൂവാറ്റുപുഴ പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസൻ നിർമ്മാണം ആരംഭിച്ച ഈ റോഡ് 1877 ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് പൂർത്തിയാക്കിയത്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന MC റോഡിന് 240.6 കിലോമീറ്റർ നീളമുണ്ട്.
എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള പട്ടണങ്ങളിലൊന്നുമാണ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ പട്ടണത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ആവശ്യമാണ്. കൂടുതൽ ബൈപ്പാസ് റോഡുകളും ഫ്ലൈ ഓവറുകളും നിർമ്മിച്ചാൽ ഒരു പരിധിവരെ മൂവാറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കും. തൃപ്പൂണിത്തുറ വരെ എത്തി നിൽക്കുന്ന കൊച്ചി മെട്രോ മൂവാറ്റുപുഴ വരെ നീട്ടാൻ സാധിച്ചാൽ അത് മൂവാറ്റുപുഴയുടെ വികസനത്തിനും ഹൈറേഞ്ച് മേഖലയുടെ വികസനത്തിനും വളരെ ഉപകാരപ്രദമായിരിക്കും. പുഴകളും കുന്നുകളും അതിരിടുന്ന മൂവാറ്റുപുഴ മധ്യ കേരളത്തിലെ ഏറ്റവും സജീവവും സമാധാനപൂർണമായ നഗരങ്ങളിലൊന്നാണ്. പൈനാപ്പിൾ വിപണിയുടെ ഗന്ധവും MC റോഡിലെ തിരക്കും കലാലയങ്ങളുടെ ഉണർവും ഈ നാടിനെ എപ്പോഴും ഊർജ്ജസ്വലമാക്കി നിലനിർത്തുന്നു. വരും കാലങ്ങളിൽ കൂടുതൽ വികസനങ്ങളിലേക്ക് കുതിക്കുന്ന മൂവാറ്റുപുഴയുടെ ചരിത്രം ഇനിയും ഏറെ എഴുതപ്പെടാനിരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.